വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോബർട്ട് ലോവൽ എഴുതിയ ആഫ്റ്റർ ദ സർപ്രൈസിങ് കോൺവെർസേഷൻ എന്ന കവിതയാണ്. ആദ്യം നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം. റോബർട്ട് ലോവൽ വാസ് എ ടവറിംഗ് അമേരിക്കൻ പോയറ്റ് who fundamentally changed modern poetry. Born into Boston elite, he is best known as the pioneer of confessional poetry. His poetry evolved from fiercely formal traditional verse to deeply personal, emotionally raw writing that explored his mental health and family struggles. ആധുനിക കവിതയെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ച ഒരു ഉന്നത അമേരിക്കൻ കവിയായിരുന്നു റോബർട്ട് ലോവൽ. ബോസ്റ്റണിലെ വരേണ്യവർഗത്തിൽ ജനിച്ച അദ്ദേഹം കുമ്പസാര കവിതയുടെ പയനിയർ എന്നാണ് അറിയപ്പെടുന്നത്. കഠിനമായ ഔപചാരികവും പരമ്പരാഗതവുമായ കവിതകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാനസിക ആരോഗ്യവും കുടുംബ പോരാട്ടങ്ങളും പര്യവേക്ഷണം ചെയ്യുന്ന ആഴത്തിലുള്ള വ്യക്തിപരവും വൈകാരികമായി അസംസ്കൃതവുമായ എഴുത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ പരിണമിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ നോക്കാം. Born on March 1, 1917, he was connected to two prominent New England families, the Lowells and the Winslows. 1917 മാർച്ച് 1 ജനിച്ച അദ്ദേഹത്തിന് രണ്ട് പ്രമുഖ ന്യൂ ഇംഗ്ലണ്ട് കുടുംബങ്ങളായ ലോവൽസ്, വിൻസ്ലോസ് എന്നിവയുമായി ബന്ധമുണ്ടായിരുന്നു. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ നോക്കാം. He attended Harvard College before transferring to Kenyon College to study under the renowned poet and critic John Crow Ransom. പ്രശസ്ത കവിയും നിരൂപകനുമായ ജോൺ ക്രോ റാൻസത്തിൻ്റെ കീഴിൽ പഠിക്കാൻ കെനിയൻ കോളേജിലേക്ക് മാറുന്നതിന് മുമ്പ് അദ്ദേഹം ഹാർവാർഡ് കോളേജിൽ പഠിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ ലിറ്റററി സ്റ്റൈൽ ആൻഡ് കരിയർ നോക്കാം. ഹിസ് ഫസ്റ്റ് ടു കളക്ഷൻസ്, ലാൻഡ് ഓഫ് അൺലൈക്ക്നെസ് ആൻഡ് ലോർഡ് വിയറീസ് കാസ്റ്റിൽ, won the Pulitzer Prize for their rigid, intricate use of meter and Catholic imagery. അദ്ദേഹത്തിൻ്റെ ആദ്യ രണ്ട് സമാഹാരങ്ങളായ ലാൻഡ് ഓഫ് ലൈക്ക്നെസ്, ലോർഡ് വിയേഴ്സ് കാസിൽ എന്നിവ മീറ്ററിൻ്റെയും കത്തോലിക്ക ഇമേജറിയുടെയും കർക്കശവും സങ്കീർണവുമായ ഉപയോഗത്തിന് പുലിറ്റ്സർ സമ്മാനം നേടി. ഇനി അദ്ദേഹത്തിൻ്റെ കൺഫെഷണൽ മാസ്റ്റർപീസ് നോക്കാം. വിത്ത് ഹിസ് വാട്ടർഷെഡ് 1959 collection, Life Studies, Lowell shifted his style. He began writing in free verse about intimate, previously taboo subjects like family dysfunction, marital strife, and mental breakdowns, pioneering the confessional movements alongside students like Sylvia Plath and Annie Sexton. 1959 പുറത്തിറങ്ങിയ തൻ്റെ ലൈഫ് സ്റ്റഡീസ് എന്ന ശേഖരത്തിലൂടെ ലോവൽ തൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തി. കുടുംബത്തിലെ അസ്വാസ്ഥ്യങ്ങൾ, ദാമ്പത്യ കലഹങ്ങൾ, മാനസിക തകർച്ചകൾ തുടങ്ങിയ അടുപ്പമുള്ളതും മുമ്പ് നിഷിദ്ധവുമായ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സ്വതന്ത്ര പദ്യത്തിൽ എഴുതാൻ തുടങ്ങി. സിൽവിയ പ്ലാത്ത്, ആൻ സെക്സ്റ്റൺ തുടങ്ങിയ വിദ്യാർത്ഥികളോടൊപ്പം കുമ്പസാര പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. In his last years, he expanded his focus to public and political matters, notably in his acclaimed 1964 book For the Union Dead. അവസാന വർഷങ്ങളിൽ അദ്ദേഹം പൊതുരാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രത്യേകിച്ച് 1964 അദ്ദേഹം എഴുതിയ ഫോർ ദി യൂണിയൻസ് ഡെഡ് എന്ന പ്രശസ്തമായ പുസ്തകത്തിൽ. A conscientious objector during World War II, he famously went to prison for refusing the draft. He was later a vocal opponent of the Vietnam War. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് മനസ്സാക്ഷിപരമായ എതിർപ്പുണ്ടായിരുന്ന അദ്ദേഹം സൈനിക സേവനത്തിന് വിസമ്മതിച്ചതിന് ജയിലിൽ പോയി. പിന്നീട് അദ്ദേഹം വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ശക്തമായ എതിരാളിയായിരുന്നു. Lowell struggled with severe manic depression throughout his life, which led to numerous hospitalizations and deeply influenced the raw, candid nature of his writing. ലോവൽ ജീവിതത്തിലുടനീളം കടുത്ത മാനിക് വിഷാദ രോഗവുമായി പൊരുതി. അത് നിരവധി ആശുപത്രിവാസങ്ങളിലേക്ക് നയിച്ചു.
അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ അസംസ്കൃതവും സത്യസന്ധവുമായ സ്വഭാവത്തെ ആഴത്തിൽ ഇത് സ്വാധീനിച്ചു. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. 1730കളിലെ ന്യൂ ഇംഗ്ലണ്ടിലെ ഒരു മതപരമായ പുനരുജ്ജീവനത്തിൻ്റെ അനന്തരഫലങ്ങൾ വിശദീകരിക്കുന്ന 46 വരികളുള്ള ഒരു കവിതയാണ് റോബർട്ട് ലോവലിൻ്റെ ആഫ്റ്റർ ദി സർപ്രൈസ് കോൺവെർസേഷൻ 1946. ജൊനാഥൻ എഡ്വേർഡ് ആണ് ഇത് വിവരിക്കുന്നത്. തീവ്രമായ മതഭ്രാന്തിനാൽ ഭ്രാന്തനായി തീർന്ന എഡ്വേർഡിൻ്റെ അമ്മാവൻ ജോസഫ് ഹാവ്ലി എന്ന മനുഷ്യനെ ആത്മഹത്യയെ കേന്ദ്രീകരിച്ചാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. സമൂഹത്തിലെ ഒരു പുരുഷന് മാനസിക തകർച്ച അനുഭവപ്പെടുകയും അത് ആത്മഹത്യയിൽ കലാശിക്കുകയും ചെയ്യുമ്പോൾ ഇരുണ്ടതായി മാറുന്ന ഒരു അതിശയിപ്പിക്കുന്ന മതപരമായ ഉണർവിനെയാണ് ഈ കവിത അവതരിപ്പിക്കുന്നത്. ഈ കവിതയുടെ ആഖ്യാതാവ് എഡ്വേർഡ്സ് ആണ്. ഈ ഭയാനകമായ ആത്മഹത്യയെ ഭൂമിയിൽ നിന്നുള്ള ദൈവകൃപയുടെ യുക്തിസഹമായ പിൻവലിക്കലായി കണക്കാക്കുന്ന ജൊനാഥൻ എഡ്വേർഡ്സിൻ്റെ ഭയാനകമായ വേർപിരിയലും പ്രഥമ ദൃഷ്ട്യാ കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ കവിത പറയുന്നത്. മതതീവ്രവാദത്തിൻ്റെ വിനാശകരമായ സാധ്യതകൾ, കർക്കശമായ വിശ്വാസത്തിൻ്റെ മാനസിക വില, സമൂഹത്തിൻ്റെ അർത്ഥത്തിൻ്റെ തകർച്ച എന്നിവ ഇത് പര്യവേക്ഷണം ചെയ്യുന്നു. ഇതിൽ ശൈലി നേരിട്ടുള്ളതും ശാന്തവും സംയമനം പാലിച്ചതുമാണ്. ഇത് അന്തർലീനമായ ഭയത്തെയും ഭീതിയെയും വർദ്ധിപ്പിക്കുന്നു. ജൊനാഥൻ എഡ്വേർഡ്സിൻ്റെ സ്വന്തം ആഖ്യാനത്തിൽ പരാമർശിപ്പിച്ചിരിക്കുന്ന ഒരു ചരിത്ര സംഭവത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. പ്യൂരിറ്റൻ ദൈവശാസ്ത്ര കാഠിന്യത്തെക്കുറിച്ചുള്ള ഒരു ആധുനിക വിമർശനം ഇത് നൽകുന്നുണ്ട്. ആഫ്റ്റർ ദ സർപ്രൈസിംഗ് കോൺവെർസേഷൻ ബൈ റോബർട്ട് ലോവൽ ഈസ് എ 46-line poem written in the voice of Jonathan Edwards, detailing the aftermath of religious revival in 1730s New England. It explores the psychological toll of intense faith, focusing on the suicide of Edwards' uncle, Josiah Havley, and the community's descent into despair. 1730കളിലെ ന്യൂ ഇംഗ്ലണ്ടിലെ ഒരു മതപരമായ പുനരുജ്ജീവനത്തിൻ്റെ അനന്തരഫലങ്ങൾ വിശദീകരിക്കുന്ന ജൊനാഥൻ എഡ്വേർഡിൻ്റെ ശബ്ദത്തിൽ എഴുതിയ 46 വരി കവിതയാണ് റോബർട്ട് ലോവൽ എഴുതിയ ആഫ്റ്റർ ദി സർപ്രൈസ് കോൺവെർസേഷൻ. എഡ്വേർഡിൻ്റെ അമ്മാവനായ ജോസിയ ഹാവ്ലിയുടെ ആത്മഹത്യയിലും സമൂഹം നിരാശയിലേക്ക് വീഴുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തീവ്രമായ വിശ്വാസത്തിൻ്റെ മാനസിക ആഘാതം ഇത് പര്യവേക്ഷണം ചെയ്യുന്നു. ഇനി കീ ആസ്പെക്റ്റ് ഓഫ് ദ പോയം നോക്കാം. ദ പേഴ്സണ ഓഫ് എഡ്വേർഡ്സ്, എഡ്വേർഡിൻ്റെ വ്യക്തിത്വം. The poem is written in calm, controlled voice, representing Jonathan Edwards reflecting on the religious frenzy he helped create. ശാന്തവും നിയന്ത്രിതവുമായ ശബ്ദത്തിലാണ് കവിത എഴുതിയിരിക്കുന്നത്. ജൊനാഥൻ എഡ്വേർഡ്സ് സൃഷ്ടിക്കാൻ സഹായിച്ച മതപരമായ ഉന്മാദത്തെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്. The incident. It focuses on the suicide of a prominent member of the community based on Joseph Havley after the spiritual high of the surprising conversation subsided. ആശ്ചര്യകരമാം വിധം മതപരിവർത്തനങ്ങൾ കുറഞ്ഞതിനു ശേഷം സമൂഹത്തിലെ ഒരു പ്രമുഖ അംഗം ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതായത് എഡ്വേർഡിൻ്റെ അങ്കിളായ ജോസഫ് ഹാവ്ലിയെ അടിസ്ഥാനമാക്കി. Contagion of despair. The poem captures the collapse of meaning in the village, where religious zeal transforms into mental breakdown and suicidal despair. മതപരമായ തീക്ഷ്ണത മാനസിക തകർച്ചയിലേക്കും ആത്മഹത്യാപരമായ നിരാശയിലേക്കും മാറുന്ന ഗ്രാമത്തിലെ അർത്ഥതകർച്ചയെ കവിത പകർത്തുന്നു. The ending. It concludes with a eerie, ambiguous imagery, a peddler whispering, "Cut your own throat," and nature continue. Small mouth boss breaks water, suggesting a sinister, lingering effect of the obsession. കവിതയുടെ അവസാനം ഇത് വിചിത്രവും അവ്യക്തവുമായ ഇമേജറിയോടെ അവസാനിക്കുന്നു. നിങ്ങളുടെ സ്വന്തം തൊണ്ട മുറിക്കുക എന്ന് മന്ത്രിക്കുന്ന ഒരു കച്ചവടക്കാരനും പ്രകൃതി തുടരുന്നതും ആസക്തിയുടെ ഒരു ദുഷ്ടവും നീണ്ടു നിൽക്കുന്നതുമായ ഫലത്തെ സൂചിപ്പിക്കുന്നു.
ഇനി നമുക്ക് സന്ദർഭം നോക്കാം. കോണ്ടെക്സ്റ്റ്. The poem is based on 1737 letter from Jonathan Edwards to Benjamin Coleman detailing the events. The poem is often interpreted as a critique of fanaticism and an examination of the fragile line between spiritual awakening and madness. It appears in Lowell's book Lord Weary's Castle, often paired with another poem, മിസ്റ്റർ എഡ്വേർഡ്സ് ആൻഡ് ദ സ്പൈഡർ. 1737 ജൊനാഥൻ എഡ്വേർഡ് ബെഞ്ചമിൻ കോൾമാൻ എഴുതിയ സംഭവങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഇവൻ്റ് അടിസ്ഥാനമാക്കിയാണ് ഈ കവിത. മതഭ്രാന്തിൻ്റെ വിമർശനമായും ആത്മീയ ഉണർവിനും ഭ്രാന്തിനും ഇടയിലുള്ള ദുർബലമായ രേഖയുടെ പരിശോധനയായും ഈ കവിത പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്. ലോവലിൻ്റെ ലോർഡ് വിയറീസ് കാസിൽ എന്ന പുസ്തകത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നു. പലപ്പോഴും മിസ്റ്റർ എഡ്വേർഡ്സ് ആൻഡ് ദി സ്പൈഡർ എന്ന മറ്റൊരു കവിതയുമായി ഇത് ജോഡിയാക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കവിതയിലുള്ളത്. ഇത് 46 വരിയുള്ളൊരു കവിതയാണ്. ഇതിലുള്ള എഡ്വേർഡ് ശാന്തവും നിയന്ത്രിതവുമായ ശബ്ദത്തിൽ ആണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. എഡ്വേർഡിൻ്റെ അമ്മാവനായ ജോസിയ ഹാവ്ലിയുടെ ആത്മഹത്യയിലും സമൂഹ നിരാശയിലേക്ക് വീഴുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തീവ്രമായ വിശ്വാസത്തിൻ്റെ മാനസികാഘാതം ഈ കവിത പര്യവേക്ഷണം ചെയ്യുന്നുണ്ട്. മതപരമായ തീക്ഷ്ണത മാനസിക തകർച്ചയിലേക്കും ആത്മഹത്യാപരമായ നിരാശയിലേക്കും മാറുന്ന ഗ്രാമത്തിലെ അർത്ഥ തകർച്ചയാണ് ഈ കവിത പകർത്തുന്നത്. ഇത് വിചിത്രവും അവ്യക്തവുമായ ഒരു ഇമേജറിയോടെയാണ് അവസാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തൊണ്ട മുറിക്കുക എന്ന് മന്ത്രിക്കുകയാണ്. ഇതിൽ മതഭ്രാന്തിൻ്റെ വിമർശനമായും ആത്മീയ ഉണർവിനും ഭ്രാന്തിനും ഇടയിലുള്ള ദുർബലമായ രേഖയുടെ പരിശോധനയായും ഈ കവിത പലപ്പോഴും വ്യാഖ്യാനിക്കുന്നുണ്ട്.